ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സ്റ്റാർ മാജിക്കും അതുപോലെ തന്നെ അതിലെ അവതാരിക ലക്ഷ്മി നക്ഷത്രയും അറിയാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്റ്റാർ മാജിക് വളരെ പ്രസിദ്ധമായ ഒരു കോമഡി പരിപാടിയാണ്. അതുപോലെ തന്നെ അതിലെ അവതാരികയായിട്ട് ഏകദേശം 5 വർഷത്തോളം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ച വ്യക്തിയാണ് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര. അതുപോലെ തന്നെ ഇനാഗ്രേഷനും സ്റ്റേജ് പ്രോഗ്രാം എല്ലാം കൊണ്ടും തന്നെ കേരളക്കര തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഈ അടുത്തിടെ നടന്ന ഒരു പ്രോഗ്രാം തീർച്ചയായും മനസ്സിനെ വളരെ ഈറനണിയിക്കുന്ന നല്ല ഒരു ദൈവത്തിൻ്റെ മാലാഖ കുട്ടികളെ കൊണ്ട് കടലിലേക്ക് ഒരു ബോട്ട് യാത്ര തീർച്ചയായിട്ടും ആർക്കും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു പരിപാടിയാണ് ലക്ഷ്മി നക്ഷത്രം സംഘടിപ്പിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ഏതാനും ചില നല്ല ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു ബസ് നിറയെ സെലിബ്രിറ്റികളുമായിട്ടാണ് ലക്ഷ്മി നക്ഷത്ര ബോട്ട് യാത്ര നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ സെലിബ്രിറ്റികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട സിനിമാ സെലിബ്രിറ്റികളൊന്നും തന്നെയല്ല, ജീവിതത്തിലെ യഥാർത്ഥ സെലിബ്രിറ്റികളാണ്. അവർ ദൈവത്തിൻ്റെ മാലാഖ കുട്ടികളാണ്. തീർച്ചയായും അവരെയും കൊണ്ട് ഒരു ഉല്ലാസയാത്ര പോകാനാണ് ലക്ഷ്മി നക്ഷത്ര ഒരുങ്ങുന്നത്. തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവം തന്നെയാണ്. അതുപോലെ പോകുന്ന വഴിക്ക് തന്നെ ലക്ഷ്മി നക്ഷത്ര ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൈനോട്ടക്കാരിയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൈ നോക്കിക്കുന്നതും അതുപോലെ തന്നെ പുറത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നതും അതുപോലെ തന്നെ കൈനോട്ടക്കാരുടെ രസകരമായ ചില വർത്തമാനങ്ങളും എല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിന് ശേഷം തീർച്ചയായിട്ടും ഈ വീഡിയോയിലും അത് കുട്ടികളെയും എല്ലാം തന്നെ അവരുടെ പരിപാടികളെല്ലാം തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ അവസാനം വരെ കാണും. ആദ്യമായി നമുക്ക് ലക്ഷ്മി നക്ഷത്രയുടെ കൈ നോക്കുന്ന ചെറിയ ഒരു ഭാഗങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ അമ്മേ. എല്ലാരും കേട്ടോണ്ടിരിക്കുക. അമ്മയുടെ പേരെന്താ? വെയിലത്ത് പോണ്ട. വെയിലത്ത് പോയ അമ്മയ്ക്ക് ടാനടിക്കും. നാളെ എന്തായിരിക്കും? കൈ നോക്കി പറയാൻ പറ്റുമോ? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഞാനും കൃഷ്ണന്റെ ഒരു നാളാ അഷ്ടമി രോഹിണി. നല്ല നാളാ. കണി കാണാനും കൈനീട്ടം കൊടുക്കാനും ഉത്തമപ്പെട്ട മോളാ. കൊള്ളാം, കളങ്കയില്ല, കണ്ട ബുദ്ധിയുണ്ട്. എന്നിട്ടാണോ നിങ്ങൾ എന്നെ ബുദ്ധിയുണ്ട്, വേണ്ട കാര്യത്തിനില്ല. ഓ മൈ ഗോഡ്. 1-ാം തീയതി കൈനീട്ടം കൊടുക്കരുത്. 1-ാം തീയതി കൊടുക്കരുത്. കൊടുക്കുന്നവർക്ക് നല്ലതാ. ഒരു ടൈമില് 2 സ്വഭാവ. സ്നേഹത്തെ നക്കി കൊല്ലും, പെണങ്ങ മുത്തി കൊല്ലും. കണ്ട കാര്യം വിളിച്ചു പറയും. ബെട്ടൊന്ന് തുണ്ടൻ 2. കാണുന്നവര് കണ്ടാടി, അല്ലാത്തവര് കാണണ്ടേ. കയ്യില് കാശ് കിട്ടിയാല് കടം കൊടുക്കരുത്. കടം കൊടുത്താൽ കിട്ടൂല. എന്നെ എല്ലാരും പറ്റിക്കും. രഹസ്യം പരസ്യമൊക്കെ ഒളിച്ചു വെച്ചാൽ വിളിച്ചു പറയും. യാത്രക്ക് ഇമ്പിട്ട് കിട്ടിയ മനസ്സിൽ ഇപ്പൊ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, നടക്കോ ഇല്ലേ എന്നുള്ള 2 സംശയത്തിലാ. 2 സംശയം വേണ്ട. ഒരു മനസ്സോടുകൂടി ഞാൻ ഈ വരുന്ന മാസം 25-ാം തീയതി ഉള്ളിൽ വെച്ച് നമ്മളെ ഉദ്ദേശിച്ച കാര്യം സാധിച്ചും ദോഷമില്ല. ഗൈസ്, അങ്ങനെ അത് സംഭവിക്കാൻ പോവാണ് ഗൈസ്. ആർക്കും അറിയാത്തൊരു രഹസ്യം പറഞ്ഞു തരാമോ? ഇങ്ങനെ കൈയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കൈയൊക്കെ നോക്കിയിട്ട് ഒരു സീക്രട്ട് പറയൂ, ആരും അറിയാണ്ട്. രഹസ്യം. ഇഷ്ടപ്പെട്ട ആള്. ഇഷ്ടപ്പെട്ട ആള്? ദൈവമേ, അച്ഛനും അമ്മയും ഇത് കാണാൻ. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ വെയിലൊന്നും കൊള്ളിക്കാതെ പെട്ടെന്ന് തന്നെ ബോട്ടിലേക്ക് ലക്ഷ്മി നക്ഷത്ര കയറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. അവരുടെ ജീവിതത്തിൽ നമ്മളെപ്പോലെയുള്ള എല്ലാവിധ സന്തോഷങ്ങളും കുട്ടികൾക്കും വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കുട്ടികൾക്കും ഇത്തരം സംഘടനകൾക്കും ഒരുപാട് സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഉയർന്നു വരുന്ന സംഘടനകളെ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ചേർത്ത് പിടിക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര അർഹിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ തുടക്കത്തിൽ ഒരു ചെറിയ മോളുടെ ചെറിയ ഒരു പാട്ടോട് കൂടി നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ആ മോളുടെ 2 വരി പാട്ട് നമുക്ക് കാതോർക്കാം.
അപ്പോൾ നിങ്ങൾ കണ്ടു കാണും മനസ്സിനെ ഈർന്നടിക്കുന്ന ഏതാനും ചില വരികൾ ആ കുട്ടി പാടിയപ്പോൾ തന്നെ കയ്യടിയുടെ പൂരമായിരുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിയിലേക്ക് അതിഥികളായി എത്തിയിരിക്കുന്ന നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ ഡയറക്ടർ അനൂപ് ജോണും അതുപോലെ തന്നെ ടീമുമാണ് പരിപാടി ആഘോഷപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട്, തൃശ്ശൂരിലെ പൂമ്പാറ്റ എന്ന് പറയുന്ന കൂട്ടായ്മ ഏത് സമയം വിളിച്ചാലും താൻ അവിടെ ഓടിയെത്താറുണ്ട് എന്നും ഈ കുട്ടികളെ ദൈവത്തിൻ്റെ മാലാക കുട്ടികൾ എന്ന് വിളിക്കാനാണ് എനിക്ക് ഏറെ ഇഷ്ടമെന്നും നമ്മുടെ ലക്ഷ്മി നക്ഷത്ര നമ്മെ പരിചയപ്പെടുത്തുകയാണ്. നമ്മളെല്ലാം അടിച്ചു പൊളിക്കുന്നത് പോലെ ഈ കുട്ടികൾക്കും അതിനാഗ്രഹം കാണുമെന്നും അതാണ് താൻ ചെയ്യുന്നത് എന്നും ലക്ഷ്മി നക്ഷത്ര നമ്മോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടീമിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടിയുടെ കസേര കളിയും എല്ലാം തന്നെ വളരെ ആഘോഷപൂർവമായ ഒരു രാത്രി ഒരു പകൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് സമ്മാനിച്ചു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ സെർബൽ പൾസി ആയാലും അതുപോലെ തന്നെ ഓട്ടിസം ആയാലും വളരെ വലിയ സൂക്കേടിന് അടിമകളായ കുട്ടികളാണ് ഈ ക്ലബ്ബിൽ ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടികളുടെ ഒപ്പം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കോംപ്ലക്സ് അടിക്കുന്നു എന്നാണ് ലക്ഷ്മി നക്ഷത്രം പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ കുട്ടികളും ഈ ടീമും നമ്മുടെ ഗിന്നസ് വേൾഡിൽ റെക്കോർഡിൽ പേര് വന്നിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലായ വളരെയധികം ടാലൻ്റുള്ള കുട്ടികളാണ് ഈ തൃശ്ശൂരിലെ പൂമ്പാറ്റ എന്ന് പറയുന്ന കൂട്ടായ്മയിലുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കണ്ടുവരാം. ഭയങ്കര ഫെമിലിയർ ആട്ടോ. കാരണം എപ്പോഴും തൃശ്ശൂരിലെ പൂമ്പാറ്റ എന്നുള്ള കൂട്ടായ്മ ഒരു വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ എത്താറുണ്ട്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുറെ മിടുക്കന്മാരും മിടുക്കി കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. ടീം ബട്ടർഫ്ലൈസ് എന്ന് പറയും ഇവര്. ടീം ബട്ടർഫ്ലൈസ് ആരാണ്? ശരിക്കും ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് മാത്രം കോംപ്ലക്സ് വരുള്ളൂ. കാരണം എനിക്ക് ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ എന്റെ പേരൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ വന്നിട്ടുണ്ടല്ലേ. അപ്പോ ഇന്നും സത്യം പറഞ്ഞ ഈ മക്കൾക്കും എല്ലാ സന്തോഷങ്ങളും ജീവിതത്തിൽ വേണ്ടേ. ഈ ഒരു കൂട്ടായ്മയിൽ ശരിക്കും പെന്മാർ ആണെങ്കിലും ഓട്ടിസം ആണെങ്കിലും സെറിബ്രൽ പൾസി ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് ഇവരെ കൂടുതലായിട്ടും എന്താ പറയാ സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ജെംസ് എന്ന് വിളിക്കാൻ എനിക്കിഷ്ടം. ദൈവത്തിന്റെ മാലാഖ കുട്ടികൾ എന്ന് വിളിക്കാനാണ് ഇഷ്ടം. സോ നമ്മുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ എനർജി വൈസ് ആണെങ്കിലും മൈക്യോ വൈസ് ആണെങ്കിലും ഇവരുടെ ഒരു പവർ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ ഇവരുടെ കൂടെ നമ്മളൊരു യാത്രയായിട്ട് അടിച്ചു പൊളിച്ചു പോവാട്ടോ. അപ്പോ നമ്മുടെ അനുവേട്ടനും അതുപോലെ തന്നെ ടീമും എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു യാത്രയില്. അപ്പൊ ടീമിന്റെ ടീമേ 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 എന്നുള്ള പാട്ടൊക്കെ എന്തായാലും കേൾക്കാൻ പറ്റും വഴിയെ. ഒരു റൗണ്ടിൽ കൂടെ പോവാ അല്ലേ? ലാസ്റ്റ് റൗണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. ഈ കളി ആരും തോൽക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടു കാണും. അതുപോലെ തന്നെ സെറിബ്രൽ പൾസി ഓട്ടിസം എന്ന് പറയുന്ന സൂക്കേടിന് അടിമകളായ ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അത്തരം കുട്ടികളെ നമ്മൾ സൂക്കേടുകാരെന്ന് പറഞ്ഞൊരു മൂലക്കിരുത്താതെ ഇത്തരം സംഘടനകളിൽ ചേർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവരുടെ സന്തോഷങ്ങൾ പങ്കിടാനും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ കണ്ടില്ല ഗിന്നസ് ബുക്കിൽ വരെ അവരുടെ പേര് വരാനും തീർച്ചയായിട്ടും അത്ര രക്ഷിതാക്കൾക്ക് തന്നെ ഒരു അഭിമാനമായി മാറാനും ഇത്തരം കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കുട്ടികളെ നമ്മൾ പരിപോഷിപ്പിക്കണം, അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും ഇത്തരം സംഘടനകളോട് നമ്മൾ പ്രവർത്തനങ്ങളോട് കൂടുതൽ സഹകരിച്ച് അവരെ നമ്മുടെ സമൂഹത്തോട് ചേർത്ത് നിർത്തി അവർക്ക് പ്രോത്സാഹനം കൊടുത്താൽ തീർച്ചയായിട്ടും അവരും നാളെ ഭാവിയിൽ ഒരുപാട് മേഖലകളിൽ നമ്മളെക്കാൾ മുൻപന്തിയിൽ എത്താൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും അടുത്ത ആഴ്ച തീർച്ചയായിട്ടും കാണാമെന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.